ഹലോ മക്കളെ. അപ്പോൾ നമ്മൾ +1 നമ്മൾ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഒരുപാട് രസകരമായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചു, നമ്മൾ നല്ല മാർക്കും വാങ്ങിച്ചു. ഇനി +1 +2 എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ കുറച്ച് സീനിയേഴ്സൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പഠിത്തവും അതുപോലെ അടിപൊളിയായിട്ട് കൊണ്ടുപോകണ്ടേ? വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് അതിനകത്ത് പഠിക്കാനുണ്ട്. പക്ഷെ ഒക്കെ പുതിയതാണ്, ഓരോ സാധനങ്ങളും പുതിയതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? 10ാം ക്ലാസ് വരെ നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഇങ്ങനെ ഉഴപ്പി നടന്നവരായിക്കോട്ടെ, ഇനി അതല്ല അടിപൊളിയായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചവരായിക്കോട്ടെ, നമ്മൾ കൊമേഴ്സിൻ്റെ 1ാം ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, അല്ലേ? +1 എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ കൊമേഴ്സിൻ്റെ 1ാം ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോ ടേംസും നമുക്ക് ഓരോ പുതിയ അക്ഷരങ്ങളാണ്. കൊമേഴ്സിൻ്റെ ഭാഷയാണ് നമ്മൾ +1 +2 പഠിക്കുന്നത്. പിന്നീടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാവേണ്ടുന്ന കാര്യം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴായാലും ക്ലാസ് കേൾക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ദൈവമേ ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ ആദ്യമായിട്ടൊരു ഫ്രഞ്ച് ക്ലാസ്സിൽ ഇരുന്ന നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈവൻ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചു തന്നാൽ കൂടി നിങ്ങൾക്കത് പെട്ടെന്ന് എഴുതാൻ പറ്റണം എന്നില്ല. അതേ അവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് പാനിക് ആവേണ്ടുന്ന ആവശ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉഷാറായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ +1 കൊമേഴ്സ് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ഇനി നിങ്ങളുടെ ഭാവിയിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പ്യോർലി തിയറി സബ്ജക്റ്റ് ആണ്. ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങളൊരു കഥ പോലെ ഇങ്ങനെ വായിച്ചു പോവുക, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതങ്ങ് പ്രസൻറ്റ് ചെയ്യുക. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ബിസിനസ്സിൻ്റെ അത്രയും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്കില്ല. ഒരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീടിന് മുന്നിൽ 2 കടയുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു തട്ടുകടയുണ്ട്. നമുക്ക് ഇത് രണ്ടും ബിസിനസ്സിൽ പഠിക്കാനുണ്ട്. കുഞ്ഞു തട്ടുകടയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിനെ എന്താണ് വിളിക്കുക? ഈ വലിയ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് എവിടുന്നാണ് ഇത്രയും പൈസ കിട്ടുന്നത്? ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ബിസിനസ്സിൽ പഠിക്കുന്നത്. പിന്നെ ബിസിനസ്സും അക്കൗണ്ടൻസിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ബിസിനസ്സിൽ ബേസ് പഠിക്കും, അക്കൗണ്ടൻസിയിൽ നമ്മൾ അതൊക്കെ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് പഠിക്കും. സോ ബിസിനസ് പഠിച്ചാലേ നിങ്ങൾക്ക് അക്കൗണ്ടൻസി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് ഡെക്കറേഷനിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് മാത്രമാണ് നമുക്കിവിടെ ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു ചാപ്റ്റർ തമ്മിലും ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ബാലപാഠങ്ങളാണ് പഠിക്കുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചരിത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയും ചരിത്രമുണ്ടോ? ചരിത്രം പഠിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ 1ാമത്തെ ചാപ്റ്ററിൽ എന്താണ് ബിസിനസ്, എന്താണ് കൊമേഴ്സ്, എന്താണ് കച്ചവടം, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയാവുന്ന സമയത്ത് എത്ര തരത്തിൽ ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും? പല രീതിയിൽ തുടങ്ങാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തുടങ്ങാം, ഒരുപാട് ആൾക്കാരെ വിളിച്ച് തുടങ്ങാം. പിന്നെ നിങ്ങൾ ഈ ഷെയർസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സ്റ്റോക്ക് മാർക്കറ്റ്. സോ അവിടെ കച്ചവടം ചെയ്യുന്ന ഷെയർസുകളൊക്കെ എവിടുന്ന് വന്നു? നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നമ്മുടെ കമ്പനീസിന് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇതൊക്കെ അറിയണമെങ്കിൽ എത്ര തരത്തിൽ ഒരാൾക്ക് ബിസിനസ് തുടങ്ങാം എന്ന് നമ്മൾ അറിയണം. സോ നമ്മൾ എന്ത് ചെയ്യും? 2ാമത്തെ ചാപ്റ്ററിൽ അതും പഠിക്കും. പിന്നെ നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലേ? ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യുന്നതുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, പഞ്ചായത്ത് ഓഫീസുകളുണ്ട്, വലിയ വലിയ ഗവൺമെൻറ് കമ്പനികളുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു, ബെല്ല് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു, ONGC ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ എന്താണ് നമ്മൾക്കൊരു ഏകദേശം ധാരണ വേണമല്ലോ. അതാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ. 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടമാവും. കാരണം എന്താണെന്നറിയോ? ഇൻഷുറൻസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബാങ്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ എന്തുകൊണ്ട് നമ്മൾ സർവീസ് എന്ന് വിളിക്കുന്നു? ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയും പഠിക്കും. ഇനി ബിസിനസ് ആയാലും ശാസ്ത്രമായാലും ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന 2 മേഖലകളാണ്.
സോ ഇവിടെ എന്തൊക്കെ തരത്തിൽ പുതിയ രീതിയിൽ നമുക്ക് ബിസിനസ് തുടങ്ങാം, പുതിയ എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ് ഫോമാണ് നമ്മുടെ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി 6ാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്യുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇതുവരെ പഠിക്കാത്തതായിട്ടുള്ള ഒരു സാധനങ്ങളും അതിനകത്തില്ല. നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുന്നത് മാത്രമാണ് 6ാമത്തെ ചാപ്റ്ററിൽ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും സൊസൈറ്റിയോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. കാരണം അവിടെ നിന്നുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾക്ക് മരങ്ങൾ ആവശ്യമാണ്. ഈ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ആൾക്കാരെ ആവശ്യമുണ്ട്. സോ ഇവരോടൊക്കെ നമ്മൾ ഇത്തിരി സ്നേഹം കാണിക്കണ്ടേ? സ്നേഹം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങനെ പിടിച്ച് വാങ്ങാനൊന്നും പാടില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ. സിമ്പിൾ അല്ലേ? 7ാമത്തെ ചാപ്റ്ററൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ബിസിനസ്സിൻ്റെ ഒരു ധാരണയൊക്കെ ആയി. ഇനി നമ്മൾ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാലോ, വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? IBM ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിപ്രോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നിലവിൽ കൊണ്ടുവരണമെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കമ്പനി എങ്ങനെ നിയമപരമായി നമുക്ക് നിലവിൽ കൊണ്ടുവരാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ. 8ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്താ പറയുക, ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. 7ാമത്തെ ചാപ്റ്ററിന് ഒരു ഹാങ് ഓവർ നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ തീർക്കാം. ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യത്തിനുള്ള പണം നമുക്ക് വേണം. ഒരു ബിസിനസ്സിന് എവിടെ നിന്നൊക്കെ പണം സ്വരൂപിക്കാം, നമ്മളത് എങ്ങനെ ഉപയോഗിക്കണം, അതാണ് 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടാണ്. 7ൽ നമ്മൾ കണ്ടു പടുകൂറ്റൻ ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. 9ാമത്തെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞു ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കും. കുടിൽ വ്യവസായങ്ങൾ, നമ്മുടെ വില്ലേജിലൊക്കെ കാണാൻ പറ്റുന്ന ചെറിയ അച്ചാർ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുഞ്ഞു ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ്, ഗവൺമെൻറ് ഇവരെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ. 10ഉം 11ഉം വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇതൊരു രാജ്യമാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രം കച്ചവടം ചെയ്യുന്നു. കേരളത്തിലുള്ള ഒരാൾ ജമ്മു കാശ്മീരിലുള്ള ഒരാൾക്ക് തേയില സപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരാൾ ഗുജറാത്തിലുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഇന്റേണൽ ട്രേഡ് എന്നാണ്. ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതിന് നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലോ, നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള നല്ല ടെക്സ്റ്റൈൽസിൻ്റെ സാധനങ്ങൾ, നല്ല തുണിത്തരങ്ങൾ നമ്മൾ ചൈനയിലേക്ക് വിൽക്കുകയാണ്. അമേരിക്കയിലുള്ള നല്ല ബ്രാൻഡഡ് വാച്ചുകൾ വാങ്ങിയിട്ട് നമ്മൾ ഇന്ത്യയിൽ വിൽക്കുകയാണ്. അപ്പോൾ എന്തായി? ഇന്റർനാഷണൽ ട്രേഡായി. ലോകം മുഴുവൻ കച്ചവടം ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അതാണ് നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്റേണൽ ട്രേഡ് മാത്രമാണ് പഠിക്കുന്നത്. ചില്ലറ വ്യാപാരം, മൊത്ത വ്യാപാരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇനി അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്റർനാഷണൽ ബിസിനസ്. നിങ്ങൾക്ക് എങ്ങനെ പുറത്തൊരു രാജ്യത്ത് പോയി കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ +1ൽ പഠിക്കുന്നത്. ബിസിനസ്സിൻ്റെ ലോകം എന്താണെന്ന് കാണിക്കുന്ന ഒരു കീ ആണ് നമ്മുടെ ഈ +1 സിലബസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഒരുപാട് ആലോചിച്ച് നിൽക്കാനൊന്നുമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർ എഡ്യൂപോർട്ടിൻ്റെ കൂടെ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കരിയർ അവർ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഭാവിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്റ്റോൺ അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലേറ്റ് ആയിക്കൂടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ എഡ്യൂപോർട്ടിലോട്ട് വരാം. അപ്പോൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങൾ എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടിപൊളിയായിട്ടുള്ള സബ്ജക്റ്റും അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എഡ്യൂപോർട്ടിൽ വെച്ച് കാണാം. എല്ലാവർക്കും എഡ്യൂപോർട്ടിലേക്ക് വളരെ 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 അടിപൊളിയായിട്ടുള്ള ഒരു വെൽക്കമിങ് ആണിത്. ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാം. പഠിച്ച് കൊമേഴ്സിൻ്റെ അത്രയും ഉയരത്തിൽ നമ്മൾ എത്തണം. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.